തിരുവനന്തപുരത്തും കൊല്ലത്തും കടലിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് ഇന്ന് 10 ദിവസമാകുന്നു. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ പുല്ലുവിള സ്വദേശി ജോൺ മാത്യൂസിനായുള്ള തിരച്ചിൽ തമിഴ്നാട് തീരത്തേക്ക് കൂടി നീട്ടണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നതെന്ന് ജോണിന്റെ മകൻ ജിനിൽ ജോൺ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ അവകാശങ്ങളാണ് അധികാരികളോട് ചോദിച്ചത്. റെസ്ക്യൂ ഓപ്പറേഷനായിരുന്നു തങ്ങൾ ആവശ്യപ്പെട്ടതെന്നും ജോണിന്റെ മകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. അതെല്ലാവർക്കും അറിയാന്നുള്ളതാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ആദ്യം നടന്ന സെർച്ചാണോ ഇപ്പം നടക്കുന്നത്? നോക്കി കാണുന്നവർക്ക് അറിയാമല്ലോ, ആദ്യം നടന്ന സെർച്ചാണോ ഇപ്പം നടക്കുന്നത്. അതായത് ഞങ്ങൾ കളക്ടറേറ്റിൽ പോയി ചോദിച്ചതിന് ശേഷമാണ് ഡ്രോണിയറിൻ്റെ അതായത് ഏരിയൽ സെർച്ച് 3 മണിക്കൂറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. 3 മണിക്കൂറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, തിരച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് ഊർജിതമാക്കാം എന്നുള്ള കാര്യങ്ങൾ ആ സൈഡിലുള്ള തെരച്ചിൽ നടത്താം എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. ഞങ്ങൾ ചോദിച്ചില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ അധികാരികളോട് ഞങ്ങൾ ചോദിക്കുന്നു. റെസ്ക്യൂ ഓപ്പറേഷൻ ആയിരുന്നു, സെർച്ചിങ് ഓപ്പറേഷൻ അല്ല. അതിൻ്റെ ഇനി വരും തലമുറകൾ, ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള രീതിയിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കണം എന്നുള്ള ആവശ്യം വയ്ക്കുന്നത് ആ വേദനയിൽ നിന്നതുകൊണ്ടാണ്. ഇപ്പോൾ വിവരങ്ങളുമായി അഞ്ജു കൂടി ചേരുന്നുണ്ട്. അഞ്ജു, ഇന്നേക്ക് 10 ദിവസമാകുന്നു ഈ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട്. അതായത് വിഴിഞ്ഞം, നീണ്ടകര, മുതലപ്പുഴി ഈ 3 സ്ഥലത്ത് നിന്നും മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് ഇന്നേക്ക് 10 ദിവസമാകുമ്പോഴും ഈ തിരച്ചിൽ ഒരു മന്ദഗതിയിൽ പോവുകയാണ്. ഒരു ഏകോപനക്കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് ഈ കാണാതായ ജോണിൻ്റെ മകൻ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. തങ്ങളുടെ അവകാശമാണ് അധികാരികളോട് ചോദിക്കുന്നത്, അത് നൽകാൻ അല്ലെങ്കിൽ ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയാണ് അവർ ഇത്തരത്തിൽ പ്രതിഷേധിച്ചത്. അതിനുള്ള അവകാശം അവർക്കുണ്ട്, അത് നടപ്പാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം അധികാരികൾക്കുണ്ട്. അതായത് ഈ അധികാരികൾ എന്ന് പറയുമ്പോൾ സർക്കാരിനുണ്ട് എന്നാണ് ജോണിൻ്റെ മകൻ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ജോണിൻ്റെ ഈ കുടുംബത്തിന് നേരെ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിയിങ് നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എങ്ങനെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്? എന്താണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ? ആവശ്യപ്രകാരമുള്ള തിരച്ചിലാണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത്. കുടുംബം കഴിഞ്ഞ ദിവസം കളക്ടറുമായി ബന്ധപ്പെട്ട് ഫോണിൽ ബന്ധപ്പെട്ട സമയത്ത് പറഞ്ഞിരുന്നു, രാമേശ്വരം തീരത്തേക്ക്, അതായത് തമിഴ്നാട്ടിലെ രാമേശ്വരം തീരത്തേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കണമെന്നുള്ള കാര്യം കുടുംബം അറിയിച്ചിരുന്നു. അത് പ്രകാരം ഇന്നു മുതൽ രാമേശ്വരം തീരത്താണ് തെരച്ചിൽ ആരംഭിക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിലാണ് രാമേശ്വരം തീരത്ത് തിരച്ചിൽ ആരംഭിക്കുന്നത്. കൂടാതെ തന്നെ സ്വന്തം നിലയ്ക്ക് മത്സ്യത്തൊഴിലാളികളും ഈ വിഴിഞ്ഞം ഭാഗത്തു നിന്ന് തിരച്ചിലിനായി പോയിട്ടുണ്ട്. ഉൾക്കടലിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും അവരെ കൊണ്ടാകും വിധം ഈ ജോണിനായുള്ള തിരച്ചിൽ ഇവിടെയും പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള സന്നാഹങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ എന്തായാലും തിരച്ചിലിനായി എത്തിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് രാമേശ്വരത്താണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ആ തിരച്ചിൽ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോണിൻ്റെ വീട്ടിൽ ഇന്ന് MLA PA മുഹമ്മദ് റിയാസ് എത്തിയിരുന്നു. അദ്ദേഹം എത്തിയ സമയത്ത് കൃത്യമായി തന്നെ ഈ കുടുംബം പറയുന്നുണ്ട്, തങ്ങളുടെ അച്ഛന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്, തങ്ങളുടെ ആവശ്യം അതായിരുന്നില്ല, റെസ്ക്യൂ നടത്തണമെന്നായിരുന്നു തങ്ങളുടെ ആവശ്യം. അതായത് അച്ഛനെ കാണാതായ ദിവസം തന്നെ കൂടെയുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ എത്തി കാര്യങ്ങളൊക്കെ അറിയിച്ചതാണ്. എത്ര നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അപകടം ഉണ്ടായെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനമായിരുന്നു നടത്തേണ്ടത്. പക്ഷേ അതല്ല നടന്നത്. പകരം ഇപ്പോൾ തിരച്ചിലാണ് നടക്കുന്നത്. അതിൽ അവർക്ക് വലിയ വിഷമമുണ്ട്. കാരണം അച്ഛന് വേണ്ട റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്താതെ തിരച്ചിലിലേക്ക് കാര്യങ്ങൾ പോയതിൽ അവർക്ക് വിഷമമുണ്ട്. അതുപോലും കൃത്യമായി നടത്താത്തതിലുള്ള അമർഷവും പ്രതിഷേധവും എല്ലാം അവർ അറിയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് PA മുഹമ്മദ് റിയാസും വ്യക്തമാക്കിയ കാര്യം എന്ന് പറയുന്നത്, ഫിഷറീസ് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ കാര്യത്തിൽ ഒരു പരാജയമായി മാറിക്കഴിഞ്ഞു. കാരണം കൃത്യമായി തന്നെ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ നടത്താൻ ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. ആ മന്ത്രി 10 ദിവസമായിട്ടും ഇവിടെ വന്ന് ആ മക്കളെയോ ആ കുടുംബത്തെയോ കാണാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടെ ക്യാമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇനി ഇദ്ദേഹത്തെ ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രി അടക്കം ഏകോപിപ്പിക്കേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി പോലും അതിന് മുൻകൈ എടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സമയമായി മാറിയിരിക്കുന്നു. അഞ്ജുവാണ് വിവരങ്ങൾ നൽകിയത്. കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് അഞ്ജു നൽകിയത്.